السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين ومن والاه. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനം നിറഞ്ഞ വിശ്വാസിനികളായ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾക്ക് വഴിപ്പെട്ട് ജീവിക്കണേ എന്ന് ആമുഖമായി സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 158 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അവസാനത്തെ ക്ലാസ്സിൽ 158-ാമത്തെ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം എന്താണെന്നും എന്തിനാണ് അങ്ങനെ ഒരു ആയത്ത് അവതരിപ്പിച്ചതെന്നും നമ്മൾ വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്തു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു തആല 159-ാമത്തെ വിഷയത്തിൽ കൊണ്ടുവരുന്നത് മറ്റൊരു വിഷയമാണ്. 159-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ. 157-ാമത്തെ വചനം വരെ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു വിഷയം പറഞ്ഞതിന് ശേഷം 158-ാമത്തെ ആയത്തിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല വേറൊരു വിഷയത്തിലേക്ക് പോയി. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു തആല മുമ്പ് നമ്മൾ പഠിച്ച ജൂതന്മാരുമായി ബന്ധപ്പെട്ട, യഹൂദികളുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്യാണ്? വീണ്ടും നമ്മളെ ഉണർത്തുകയാണ്. നോക്കൂ, ഇന്നല്ലദീന യക്തുമൂന, ഇന്നല്ലദീന തീർച്ചയായും, അല്ലദീന യാതൊരുവർ, അവരാരാണ്? യക്തുമൂൻ, യക്തുമൂൻ, കത്തമ യക്തുമു കത്തുമുൻ. കത്തമ എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുക എന്നാണ്, മറച്ചു വെക്കുക. കത്തമ യക്തുമു കത്തുമുൻ, ആ വാക്ക് നമ്മൾ മുമ്പ് എഴുതിയിട്ടില്ല. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മുമ്പ് നമ്മൾ ആ വാക്ക് എഴുതിയിട്ടില്ല. ആ വാക്കൊന്ന് എഴുതണം. കത്തമ യക്തുമു കത്തുമുൻ. കത്തമ യക്തുമു കത്തുമുൻ. കത്തമ എന്ന് പറഞ്ഞാൽ എന്താണ്? മറച്ചു വെക്കുക. ഒരു കാര്യത്തെ ഒളിപ്പിച്ചു വെക്കുന്നതിനാണ് കത്തമ എന്ന് പറയുക. അപ്പം തീർച്ചയായും യാതൊരുവർ, ആരാണവർ? അവർ ഒളിപ്പിച്ചു വെക്കുന്നവരാണ്, മറച്ചു വെക്കുന്നവരാണ്. മാ അൻസൽന, നാം ഇറക്കിയതിനെ. അൻസല യുൻസിലു ഇൻസാലൻ, അത് നമ്മൾ ആ വാക്ക് മുമ്പ് പഠിച്ചിട്ടുണ്ട്. അൻസല യുൻസിലു ഇൻസാലൻ ഫഹുവ മുൻസിലുൻ. അൻസല എന്ന് പറഞ്ഞാൽ എന്താ? ഇറക്കി. അൻസൽന, നാം ഇറക്കിയതിനെ മറച്ചു വച്ചവരാണ്.
എന്താണ് ഇറക്കിയത്? മിനൽ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകൾ. ബയ്യിനത്തിൻ്റെ ജംആണ് ബയ്യിനാത്ത്. സൂറത്തുൽ ബയ്യിന നമ്മൾ പഠിച്ചിട്ടില്ലേ? ബയ്യിന എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തമായത് എന്നാണ്, വ്യക്തമായ തെളിവ്. ബയ്യിനാത്ത് അതിൻ്റെ ജംആണ്, ബഹുവചനമാണ്. അപ്പോൾ വ്യക്തമായ തെളിവുകൾ. വൽ ഹുദാ, സന്മാർഗവും. മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസി ഫിൽ കിതാബ്, മിൻ ബഅദി ശേഷം, മാ ബയ്യന്നാഹു നാം അതിനെ വ്യക്തമാക്കിയതിന് ശേഷം. അള്ളാഹ് അവതരിപ്പിച്ച എന്തൊക്കെയാണ്? വ്യക്തമായ തെളിവുകൾ, സന്മാർഗം. ഇത് അള്ളാഹു വ്യക്തമാക്കിയതിന് ശേഷം ആണ് അവർ മറച്ചു വെച്ചത്. അള്ളാഹ് ഇപ്പോൾ വെളിവാക്കിയതാണ്. ആ വെളിവാക്കിയ കാര്യം അവരെന്ത് ചെയ്തു? മറച്ചു വെച്ചു. എവിടെയാണ് വ്യക്തമാക്കിയത്? ആർക്കാണ് വ്യക്തമാക്കിയത്? ലിന്നാസ്, ജനങ്ങൾക്കു വേണ്ടി. ഫിൽ കിതാബ്, വേദഗ്രന്ഥങ്ങളിൽ അള്ളാഹു അതെന്ത് ചെയ്തു? വ്യക്തമാക്കി അവതരിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അള്ളാഹു വേദഗ്രന്ഥങ്ങളിൽ അവതരിപ്പിച്ച് അത് ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുത്ത കാര്യമാണ്. പക്ഷെ ആ വേദഗ്രന്ഥങ്ങൾ ലഭിച്ച യഹൂദികളിലെ പുരോഹിതന്മാരതെന്ത് ചെയ്തു? മറച്ചുവെച്ചു. അപ്പം ഈ ആയത്ത് അവതരിക്കാനുള്ള പശ്ചാത്തലം എന്താണ്? യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് എന്ത് ചെയ്തില്ല? പറഞ്ഞു കൊടുത്തില്ല. തൗറാത്തിലും ഇഞ്ചീലിലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയുള്ള വ്യക്തമായ അടയാളങ്ങൾ, പ്രവാചകനെ പറ്റിയുള്ള സിഫത്തുകൾ, വിശേഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. ഇതവർക്ക് എന്ത് ചെയ്തില്ല? പറഞ്ഞു കൊടുത്തില്ല. അതിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എന്ത് ചെയ്തത്? മറച്ചു വെച്ചു എന്ന് പറഞ്ഞത്. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയം വിശദീകരിക്കുന്നുണ്ട്. നസലത്ത് ഫി അഹ്ലിൽ കിതാബ്, ഈ ആയത്ത് അവതരിച്ചത് ആരുടെ വിഷയത്തിലാണ്? അഹ്ലു കിതാബുകാരുടെ വിഷയത്തിലാണ്. അഹ്ലു കിതാബുകാരെന്ന് പറയുമ്പോൾ ആരൊക്കെ പെടും? യഹൂദികളും ക്രിസ്ത്യാനികളും. അതിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ആളുകൾ ആരാണ്? യഹൂദികളാണ്, ജൂതന്മാരാണ്. ചില തഫ്സീറിൽ കാണാൻ കഴിയും ഈ ആയത്ത് യഹൂദികളിലെ റുഅസാക്കളെ പറ്റിയാണ്, നേതാക്കന്മാരെ പറ്റിയാണ്, പണ്ഡിതന്മാരെ പറ്റിയാണ്. അവർക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നു അവരുടെ വേദഗ്രന്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി. അവരെന്താണ് മറച്ചു വെച്ചത്? കത്തമൂ സിഫത്ത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ മറച്ചു വെച്ച കാര്യം പ്രധാനമായും കുറേ കാര്യങ്ങൾ അവർ മറച്ചു വെച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ ഈ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ എന്താകേണ്ടി വരും? നന്നാകേണ്ടി വരും. അപ്പോൾ അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ അവർ നന്നാകണമെന്ന് വിചാരിച്ചിട്ട് കുറേ കാര്യങ്ങൾ അവർ മറച്ചു വെച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ തൗറാത്തിലും ഇഞ്ചീലിലും വളരെ കൃത്യമായി വ്യക്തമായി എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട്. ഇത് ജനങ്ങൾ എന്ത് ചെയ്തില്ല? പഠിപ്പിച്ച് കൊടുത്തില്ല. ഇതിനെയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപിക്കുന്നത്. അപ്പം അള്ളാഹു വ്യക്തമാക്കിയ ഒരു കാര്യത്തെ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മറച്ചു വെക്കാൻ പാടില്ല. അത് ഗുരുതരമായ തെറ്റാണ്, വൻ പാപങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ തൊട്ട് പിറകെ അല്ലാഹ് എന്താ പറഞ്ഞത്? ഉലൈക യൽഅനുഹുമുല്ലാഹ് വയൽഅനുഹുമുൽ ലാഇനൂൻ. അങ്ങനെ മറച്ചു വെക്കണ ആളുകളുടെ ആളുകൾക്ക് അല്ലാഹ് കൊടുത്ത വിശേഷണം എന്താ? ഉലൈക, അക്കൂട്ടർ, യൽഅനുഹുമുല്ലാഹ്, അള്ളാഹു ശപിച്ചവരാണവർ. അള്ളാഹു അവരെന്ത് ചെയ്തിട്ടുണ്ട്? ശപിച്ചിട്ടുണ്ട്. വയൽഅനുഹുമുൽ ലാഇനൂൻ, ശപിക്കുന്നവരെല്ലാവരും അവരെന്ത് ചെയ്തിട്ടുണ്ട്? ശപിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആരൊക്കെ ശപിക്കുമോ അവരൊക്കെ എന്ത് ചെയ്യും? അവർക്കെതിരെ ശാപപ്രാർത്ഥന നടത്തും. അപ്പം എന്താണ് ശാപമെന്നും ലഅനത്ത് എന്താണെന്നും ആരൊക്കെയാണ് ഇവിടെ ഈ ലഅനത്ത് നടത്തുന്നതെന്ന് നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. അതിന് മുമ്പ് അതിൽ ഒന്ന് രണ്ട് പദങ്ങൾ നമുക്ക് വ്യക്തമാക്കണം. അവിടെ ബയ്യന്നാഹു നമ്മൾ പഠിച്ചല്ലോ. എന്താണ് ബയ്യന്നാഹു? ആ വേഡ് എന്താണ്? ബയ്യന എന്ന വേഡാണ്. ബയ്യന, ബയ്യന എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തമാക്കുക. ബയ്യന യുബയ്യിനു, തബീൻ, തബീൻ, ബയ്യന യുബയ്യിനു തബീൻ. അപ്പോൾ ഇവിടെ ബയ്യന്ന എന്ന് വന്ന എന്തുകൊണ്ടാ?
ബയ്യന്ന, നാം വ്യക്തമാക്കിയത്. അപ്പോൾ അവിടെ ബയ്യനന എന്നാണ് വരേണ്ടത് ശരിക്കും. എന്താണ്? ബയ്യനന. പക്ഷെ അവിടെ എന്ത് ചെയ്തു? 2 നൂൻ ഒരുമിച്ച് വന്നതുകൊണ്ട് 2 നൂനിനെ കൂടി എന്താക്കി? ഓത്തിൻ്റെ എളുപ്പത്തിന് വേണ്ടി ഒന്നാക്കി, ബയ്യന്ന. അപ്പോൾ ഒരു നൂൻ എന്തായി? ഒരു നൂന് പോയി. ഓക്കെ. അപ്പോൾ ഓത്തിൻ്റെ എളുപ്പത്തിന് വേണ്ടി എന്തു ചെയ്യും? ചില വാക്കുകളെ ഖുർആനിൽ എന്തു ചെയ്യും? ഒരുമിച്ച് ചേർത്ത് പറയും. അതാണ് ബയ്യനന എന്ന വാക്കിനെ എന്താക്കി? ബയ്യന്ന. അപ്പോൾ ആ നൂൻ അവിടെ എന്ത് ചെയ്യണം? നമ്മൾ ഓതുമ്പോൾ ഗുന്ന ചെയ്യണം, മണിക്കണം. വെറുതെ നമ്മൾ എന്ത് ചെയ്യരുത്? മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസി ഫിൽ കിതാബ് അല്ല. പിന്നെയോ? പിന്നെ എങ്ങനെ ഓതണം? മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസി ഫിൽ കിതാബ്. അവിടെയൊക്കെ നമ്മൾ ടൈം എടുത്ത് മണിച്ച് വേണം എന്ത് ചെയ്യാൻ? ഓതാൻ. ഓക്കെ. പിന്നെന്താ അല്ലാഹ് പറഞ്ഞത്? യൽ ലഅന ഉലൈക യൽഅനുഹുമുള്ള, അള്ളാഹു ശപിച്ചവരാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ വാക്കേതാണ്? ലഅന. ലഅന എന്ന് പറഞ്ഞാൽ ശപിച്ചു. യൽഅനു ശപിക്കുന്നു. അതിൻ്റെ മസ്ദറാണ് ലഅനുൻ അല്ലെങ്കിൽ ലഅനത്തുൻ. നമ്മൾ പറയില്ലേ ലഅനത്ത്, അള്ളാഹിൻ്റെ ലഅനത്ത്, മലക്കുകളുടെ ലഅനത്തൊക്കെ ഇൻഷാല്ലാഹ് അടുത്ത് വരുന്നുണ്ട്. അപ്പം ലഅന യൽഅനു ലഅനുൻ. ലഅന എന്ന് പറഞ്ഞാൽ ശപിച്ചു, ബയ്യന എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കി, കത്തമ എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചു. 3 വെർബ് പഠിച്ചു കേട്ടോ. 3 ക്രിയകൾ ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? കത്തമ, ബയ്യന, പിന്നെ ഏതാ? ലഅന. ഓക്കെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ശപിക്കുന്നു. ശപിക്കുന്നവരെല്ലാവരും ശപിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് വളരെ ഗൗരവകരമായ ഒരു തെറ്റാണെന്ന് സൂചിപ്പിക്കുന്ന വാക്കാണ് അല്ലാഹു സുബ്ഹാനഹു തആല ആ ആയത്തിൽ അവസാനിപ്പിക്കുന്നത്. കാരണം അള്ളാഹുവിൻ്റെ ശാപമെന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ അവനോടുള്ള ആ എന്താ പറയുക അനുകമ്പയിൽ നിന്നും അള്ളാഹു ആ മനുഷ്യനെ എന്തു ചെയ്യാണ്? ആട്ടി ഒഴിവാക്കുകയാണ് എന്ന് പറയാൻ അകറ്റുകയാണ്. അള്ളാഹിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ഒരാളെ അകറ്റുന്നതിനാണ് എന്ത് പറയുക? ലഅനത്ത് എന്ന് പറയും. ഒരാൾക്ക് ലഅനത്തുണ്ടായാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം അവനിൽ എന്ത് ചെയ്യൂല? ഉണ്ടാകില്ല, മഗ്ഫിറത്തും ലഭിക്കൂല. ഏതുപോലെ നമുക്കറിയാം, ഇൽമ് പഠിച്ച അറിവ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണ മനുഷ്യന്മാരെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ആകാശങ്ങളിലുള്ളവർ അവർക്ക് വേണ്ടി എന്തു ചെയ്യും? ഇസ്തിഗ്ഫാർ തേടും. ഭൂമിയിലുള്ളവരും ഇസ്തിഗ്ഫാർ തേടും. എത്രത്തോളം? ഹത്തൽ ഹൂത്ത്, ബഹറിലെ കടലിലെ മത്സ്യങ്ങൾ വരെ. ഹത്തൻ നംല, മാളങ്ങളിലെ ഉറുമ്പുകൾ വരെ. ഭൂമിയിലുള്ള എല്ലാവരും ഇസ്തിഗ്ഫാർ തേടും. എന്നിട്ട് എവിടം വരെ എന്ന് പറഞ്ഞു? മാളത്തിലെ ഉറുമ്പുകൾ പോലും അറിവ് പകർന്നു കൊടുക്കുന്ന പണ്ഡിതന്മാർക്ക് വേണ്ടി എന്തു ചെയ്യും? ഇസ്തിഗ്ഫാർ തേടും. മത്സ്യങ്ങൾ, ആഴിയിൽ ഊളിയിടുന്ന മത്സ്യങ്ങൾ പോലും ഇസ്തിഗ്ഫാർ തേടും. അപ്പോൾ അറിവ് പകർന്നു കൊടുക്കാതെ മനഃപൂർവ്വം മറച്ചു വെക്കുന്നവർക്ക് എന്തായിരിക്കും? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ആകാശത്തിലുള്ളവർ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ അല്ല തേടുക, പിന്നെയോ ശാപപ്രാർത്ഥനയാണ് നടത്തുക. ഭൂമിയിലുള്ളവർ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ അല്ല തേടുക, പിന്നെയോ ശാപപ്രാർത്ഥനയാണ് നടത്തുക. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യൽഅനുഹുമുൽ ലാഇനൂൻ, ശപിക്കുന്നവരെല്ലാവരും അവരെന്ത് ചെയ്യും? ശപിക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു ഹക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മറച്ചു വെക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ ലഅനത്തെന്നും പറഞ്ഞു, ശപിക്കുന്നവരുടെ ലഅനത്തെന്നും പറഞ്ഞു. ഇത് രണ്ടും ഒറ്റ വാചകത്തിലല്ല പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഉലായിക യൽഅനുഹുമുല്ലാഹ്, അള്ളാഹു ശപിക്കുകയും വയൽഅനുഹുമുൽ ലാഇനൂൻ, ശപിക്കുന്നവരൊക്കെ ശപിക്കുകയും ചെയ്തു. ഇത് രണ്ടിനെ രണ്ടാക്കി പറഞ്ഞു. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ ലഅനത്ത് സൃഷ്ടികളുടെ ലഅനത്തിനേക്കാളും ഗൗരവമുള്ളതാണ്. അത് വളരെയധികം ഗൗരവമുള്ളൊരു വിഷയമാണ്. അള്ളാഹുവിൻ്റെ ലഅനത്ത് ഒരാൾക്കുണ്ടായാൽ പിന്നെ ലോകത്തൊരു പടപ്പും അവന് വേണ്ടി എന്ത് ചെയ്യൂല? അവന് വേണ്ടി കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കൂല.
അള്ളാൻ്റെ ലഅനത്ത് ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ജിന്നുകളുടെയും മലക്കുകളുടെയും മൃഗങ്ങളുടെയും അതേപോലെ തന്നെ ജീവജാലങ്ങളുടെയും ലഅനത്തുണ്ടാകുമെന്നാണ്. അപ്പോൾ ആരൊക്കെയാണ് ലഅനത്ത് നടത്തുക? അത് അടുത്ത ആയത്ത് നമ്മൾ വിശദീകരിക്കുമ്പോൾ നമ്മൾ പറയും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ആയത്തിനെ പറ്റി മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖുർആനിൽ ഒരു ആയത്ത് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഈ ഹദീസുകളൊന്നും പറഞ്ഞു തരില്ലായിരുന്നു. എന്നിട്ട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഓതുന്ന ആയത്ത് ഏതാണ്? ഈ ആയത്താണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് സഹാബത്ത് പറഞ്ഞു, എന്താ പറഞ്ഞത്? യഖൂലൂൻ, സഹാബികളൊക്കെ അബൂ ഹുറൈറയോട് പറയാണ്, ഇന്ന അബാ ഹുറൈറ യുക്സിറുൽ ഹദീസ്. അബൂ ഹുറൈറ, താങ്കൾ ധാരാളം ഹദീസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ട് അവർ പറയാണ്, മാലിൽ മുഹാജിരീൻ വൽ അൻസാരി ലാ യുഹദ്ദിസൂന മിസ്ല ഹദീസിഹി. അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ അത്രയും ഹദീസുകൾ മറ്റു മുഹാജിറുകളോ അൻസാറുകളോ എന്ത് ചെയ്യുന്നില്ല? റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതെന്താ താങ്കൾ മാത്രം ഇത്രയേറെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്? ചില ആളുകളൊക്കെ അങ്ങനെ അബൂ ഹുറൈറ എന്ത് ചെയ്തിരുന്നു? ചില വിമർശനങ്ങൾ നടത്തിയിരുന്നു എന്നാണ്. എന്തിനാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എഴുതി വെക്കണത്? എല്ലാ കാര്യങ്ങളും എഴുതി വെക്കണം എന്തിനാ? താങ്കളേക്കാൾ വലിയ മുഹാജിറുകൾ ഇവിടെ ഉണ്ട്, താങ്കളേക്കാൾ വലിയ അൻസാറുകൾ ഇവിടെ ഉണ്ട്, പിന്നെ എന്തിനാണ് താങ്കൾ ഇങ്ങനെ ഹദീസുകൾ എഴുതി വെക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, വ ഇന്ന ഇഖ്വതൈ മിനൽ മുഹാജിരീൻ, മുഹാജിരീങ്ങളിൽപ്പെട്ട എൻ്റെ സഹോദരങ്ങൾ, കാന യശ്ഗുലുഹും അസ്സഫ്ഖു ബിൽ അസ്വാഖ്, അവരങ്ങാടികളിൽ അവരുടെ കച്ചവടത്തിൻ്റെ തിരക്കുകൾക്കിടയിലാകും. അതേപോലെ തന്നെ വ ഇന്ന ഇഖ്വതി മിനൽ അൻസാർ, എൻ്റെ അൻസാറുകളിൽപ്പെട്ട സഹോദരങ്ങൾ, കാന യശ്ഗുലുഹും അമലു അംവാലിഹിം, അവരുടെ സമ്പത്തിൻ്റെ കാര്യങ്ങളിൽ അവർ ബിസിയിലാണ് എന്ന് പറഞ്ഞാൽ അവർ കച്ചവടങ്ങളിലാണ്, വ്യവഹാരങ്ങളിലാണ്, ബിസിനസ്സിൻ്റെ കാര്യങ്ങളിൽ അവരെന്താണ്? അവർ തിരക്കിലാണ്. എന്നാൽ ഞാനാകട്ടെ വകുന്തു ഇംറഅൻ മിസ്കീനൻ, ഞാനൊരു പാവപ്പെട്ട മനുഷ്യനാണ്. ഞാനാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അൽസമു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മിൽഇ ബത്നി, ഞാൻ ഇന്ന് റസൂലിൻ്റെ കൂട്ടത്തിലുണ്ടാവും. കാരണം ഒന്ന്, ഞാൻ പാവപ്പെട്ടവനാണ്, എനിക്ക് സമ്പാദിക്കാനുള്ള കഴിവില്ല, ആരോഗ്യമില്ല. റസൂലിൻ്റെ കൂട്ടത്തിൽ നിന്ന് എനിക്ക് എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കാനെങ്കിലും എന്തെങ്കിലും കിട്ടും. അപ്പം ഞാൻ എപ്പോഴും ആരുടെ കൂട്ടത്തിൽ ഉണ്ടാവും? റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിലുണ്ടാവും. അതുകൊണ്ട് റസൂലിൽ നിന്ന് ഒരുപാട് അറിവുകൾ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ലഭിച്ചിട്ടുണ്ട്. ആ അറിവുകളൊക്കെ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല? പറഞ്ഞു തരില്ലായിരുന്നു. ഒരു വ്യക്തിക്ക് സ്വാർത്ഥനായിക്കൂടെ? എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത കാര്യം അതൊരാൾക്കും പറഞ്ഞു കൊടുക്കില്ല, ഒരാൾക്കും കിട്ടാൻ പാടില്ല, എനിക്ക് മാത്രം ആ നന്മ ചെയ്യണം, അങ്ങനെ ഒരാൾക്ക് ചിന്തിച്ചൂടെ? പരലോകത്തെത്തുമ്പോൾ ഈ നന്മ എനിക്ക് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, വേറൊരാൾക്കും ഉണ്ടാകാൻ പാടില്ല എന്നൊരാൾ ചിന്തിച്ചാലോ? അതൊരു വലിയ കാര്യമാണ്. പക്ഷേ ഖുർആനിൽ ഇങ്ങനൊരു ആയത്തുണ്ടായിരിക്കെ ഞാൻ എങ്ങനെ അത് മറച്ചു വെക്കും? അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം പറയാണ്, ലൗല ആയത്താനി ഫീ കിതാബില്ലാഹി മാ ഹദ്ദസ്തു ഹദീസൻ, ഖുർആനിൽ 2 ആയത്തുകൾ ഇല്ലായിരുന്നെങ്കിൽ. എന്നിട്ട് അദ്ദേഹം അത് എവിടം വരെ ഓതിയെന്ന് ചോദിച്ചാൽ ആ പേജിൻ്റെ അവസാനം വരെ, ഹുർ റഹ്മാനുർ റഹീം വരെ അദ്ദേഹം ഓതിയെന്നാണ്. അദ്ദേഹം പറഞ്ഞ 2 ആയത്തില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യൂല? നിങ്ങൾക്ക് ഒരു ഹദീസും പറഞ്ഞു തരൂല എന്നാണ്. അപ്പം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമുക്ക് ഹദീസുകൾ പറഞ്ഞു തരാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം ഏതാ? ഈ ആയത്താണ്. അപ്പം നമുക്ക് കിട്ടിയ ഒരു അറിവ് നമ്മൾ എന്ത് ചെയ്യരുത്? ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന വിഷയത്തിൽ പിശുക്ക് കാണിക്കരുത്. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിശുക്ക് കാണിച്ചിരുന്നെങ്കിലോ? ആയിരക്കണക്കിന് ഹദീസുകളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത്, ആയിരക്കണക്കിന് ഹദീസുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ പ്രവാചകനോടൊപ്പം ഉണ്ട്, ആയിഷ ബീവി. പക്ഷെ ആ ആയിഷ റളിയല്ലാഹു അൻഹയേക്കാൾ കൂടുതൽ ഹദീസ് ആര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബൂ ഹുറൈറയുടെ പേര് പറയാത്ത മിമ്പറുകൾ വളരെ തുച്ഛമാണ്. ലോകത്തെ കോടിക്കണക്കിന് പള്ളികളിൽ, കോടിക്കണക്കിന് മിമ്പറുകളിൽ അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് പറയാത്ത മിമ്പറുകൾ ഉണ്ടാവുകയില്ല. ആ അബൂ ഹുറൈറ പ്രവാചകനോടൊപ്പം ജീവിച്ചത് എത്ര കൊല്ലമാണ്? ചിലപ്പോൾ ചില ആളുകൾ അബൂ ഹുറൈറ ഇത്രയും ഹദീസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ചെറിയ കുട്ടിയായിരിക്കെ കളിക്കൂട്ടുകാരനായി കളിച്ചു വളർന്നതാകും, പ്രവാചകനോടൊപ്പം മക്കയിൽ ജീവിച്ചിട്ടുണ്ടാകും,
പ്രവാചകനോടൊപ്പം മദീനയിൽ 10 കൊല്ലം ജീവിച്ചിട്ടുണ്ടാകും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെയല്ല കാര്യം. അബൂ ഹുറൈറ ഇസ്ലാം സ്വീകരിക്കുന്നത് തന്നെ ഹിജറ 7-ാമത്തെ കൊല്ലാണ്. സുബ്ഹാനല്ലാഹ്, ഹിജറ 7-ാമത്തെ കൊല്ലമാണ് അബൂ ഹുറൈറ ഇസ്ലാം സ്വീകരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം മദീനയിലേക്ക് എത്തുന്നത് ഹിജറ 7-ാമത്തെ കൊല്ലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതോ ഹിജറ 11-നാണ്. ഹിജറ 7 മുതൽ ഹിജറ 11 വരെ എത്ര കൊല്ലം ഉണ്ടാവും? 4 കൊല്ലത്തിൻ്റെ താഴെ ഒരു 3.5 കൊല്ലം എടുക്കാം. വെറും 3.5 കൊല്ലം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം രാവും പകലും ഊണിലും ഉറക്കത്തിലും യാത്രയിലും അല്ലാതെയും അബൂ ഹുറൈറ പ്രവാചകനോടൊപ്പം കഴിച്ചുകൂട്ടി എഴുതി വെച്ച ഹദീസുകളാണ് ആയിരക്കണക്കിന് ഹദീസുകൾ. വെറും 3.5 കൊല്ലം കൊണ്ടാണ്. അബൂ ഹുറൈറ എവിടെ നിന്ന് ഇസ്ലാം സ്വീകരിച്ചു വന്നത്? യമനിൽ നിന്നാണ്. യമൻകാരനാണ് അബൂ ഹുറൈറ. ദൗസ് ഗോത്രക്കാരനാണ് അബൂ ഹുറൈറ. മഹാനായ തുഫൈൽ ഇബ്നു അംർ മക്കയിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ച് എവിടേക്ക് പോയി? തിരിച്ച് തൻ്റെ ഗോത്രത്തിലേക്ക് പോയി, ദൗസ് ഗോത്രത്തിലേക്ക്. അവിടെ പോയി ദഅവത്ത് നടത്തി. നൂഹ് നബി ദഅവത്ത് നടത്തിയ പോലെയാണ് ദഅവത്ത് നടത്തിയത്. എന്ന് പറഞ്ഞാൽ ആ തൻ്റെ കുടുംബത്തെ, ഗോത്രത്തെ ഒരുപാട് ആഗ്രഹത്തോടെ ആവേശത്തോടെ ദഅവത്ത് നടത്തി. ഒരു മനുഷ്യനും ദൗസ് ഗോത്രത്തിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചില്ല. ശ്രദ്ധിക്കണം. തുഫൈൽ ഇബ്നു അംർ തിരിച്ച് റസൂലിൻ്റെ അടുക്കലേക്ക് വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, റസൂലേ, താങ്കൾ ദൗസ് ഗോത്രത്തിനെതിരെ പ്രാർത്ഥിക്കണം. ഒരാൾ പോലും ഈ സന്ദേശം സ്വീകരിച്ചിട്ടില്ല, ഒരാൾ പോലും. ആരാണ് പറയണത്? തുഫൈൽ ഇബ്നു അംർ. അദ്ദേഹം അക്ഷമനായി, അദ്ദേഹത്തിന് വിഷമം വന്നു. കാരണം ഒരു വലിയ സന്ദേശം കൊണ്ടുപോയി അവർക്ക് കൊടുത്തിട്ട് യാതൊരു വിലയും അവർ കാണിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നറിയോ? കിബിലയിലേക്ക് തിരിഞ്ഞു നിന്നു എന്നാണ്, തൻ്റെ കൈകൾ ഉയർത്തിയെന്നാണ്. സ്വഹാബത്തൊക്കെ പറഞ്ഞ് ദൗസ് ഗോത്രത്തിൻ്റെ പണി തീർന്നു, ദൗസ് ഗോത്രത്തിൻ്റെ കഥ കഴിഞ്ഞു. ദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൗസ് ഗോത്രത്തിനെതിരെ പ്രാർത്ഥിക്കാൻ പോകുന്നു. ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി കിബിലയിലേക്ക് തിരിഞ്ഞു നിന്നു. എന്നിട്ട് റസൂൽ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മഹ്ദി ദൗസ, അല്ലാഹുവേ ദൗസിന് നീ ഹിദായത്ത് കൊടുക്കണം. വീണ്ടും പ്രാർത്ഥിച്ചു, അല്ലാഹുവേ ദൗസിന് നീ ഹിദായത്ത് കൊടുക്കണം. പ്രവാചകൻ ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് തുഫൈലിനോട് പറഞ്ഞു, തുഫൈൽ, താങ്കൾ ഇനിയും വീണ്ടും മടങ്ങിച്ചെല്ലണം ദൗസ് ഗോത്രത്തിലേക്ക്, എന്നിട്ട് ദഅവത്ത് നടത്തൂ. നോക്കൂ, പിന്നീട് കാണുന്നത് എന്താ? ദൗസ് ഗോത്രം ഒന്നടങ്കം ഇസ്ലാം സ്വീകരിക്കുന്നു. അതിലൊരാളാണ് മഹാനായ അബ്ദുറഹ്മാൻ അസ്സൊഹർ അദ്ദൗസി എന്നറിയപ്പെടുന്ന അബൂ ഹുറൈറ. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ റസൂലുള്ളാഹി ശേഷം അവർക്കെതിരെ പ്രാർത്ഥിച്ചിരുന്നെങ്കിലോ എന്താവും അവസ്ഥ? ഒരു അബൂ ഹുറൈറ ഉണ്ടാവുമായിരുന്നില്ല, ഒരു ദൗസ് ഗോത്രം ഉണ്ടാകുമായിരുന്നില്ല. ആലോചിക്കണം നമ്മൾ. അപ്പോൾ ഒരു ദാഇക്ക്, ഒരു പ്രബോധകൻ എന്തുണ്ടാകണം? ക്ഷമയുണ്ടാകണം, സഹനമുണ്ടാകണം. താൻ ആർക്കു വേണ്ടിയാണോ ദഅവത്ത് നടത്തുന്നത് ആ സമൂഹത്തിനു വേണ്ടി അള്ളാഹിനോട് നിരന്തരം പ്രാർത്ഥിക്കണമെന്നാണ്. നൂഹ് നബി അള്ളാഹിനോട് പറഞ്ഞതുപോലെ വന്നിട്ടാണ് മഹാനായ തുഫൈൽ ഇബ്നു അംർ എന്ത് ചെയ്യണത്? റസൂലിനോട് വന്നിട്ട് പറയണത്, റസൂലേ, അവരിനി നന്നാവൂല, അവർക്കെതിരെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു വരികയാണ്. ആ കൂട്ടത്തിലൊരു അബൂ ഹുറൈറ ഉണ്ടായി. ആ അബൂ ഹുറൈറ മദീനയിലേക്ക് എത്തണത് എപ്പോഴാണെന്നറിയോ? ഖൈബർ യുദ്ധം നടക്കുന്ന സമയത്താണ് അദ്ദേഹം മദീനയിലെത്തണത്. അപ്പം മദീന പള്ളിയിൽ ആരുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തൊക്കെ എവിടെയാണ്? ഖൈബർ യുദ്ധത്തിന് പോയിരിക്കുകയാണ്. അങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് അബൂ ഹുറൈറ എവിടെ ഉള്ളത്? റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലുള്ളത്. അവിടെ നിന്ന് അങ്ങോട്ടൊരു 4 കൊല്ലത്തിൻ്റെ ഇടയിൽ പ്രവാചകനോടൊപ്പം ജീവിച്ച വളരെ തുച്ഛമായ കുറച്ച് വർഷങ്ങൾ കൊണ്ടാണ് അബൂ ഹുറൈറ എന്ത് സൃഷ്ടിച്ചത്? അറിവിൻ്റെ ഒരു വിപ്ലവം അദ്ദേഹം സൃഷ്ടിച്ചത്. ഒരു തുണിയാണ് അദ്ദേഹത്തിന് എന്നും ഉടുക്കാനുണ്ടായിരുന്നത്, ഒരു തുണി. ഈ ഭൂമിയിൽ ഒരു കഷ്ണം തുണിയുടുത്ത് അരവയറെന്ന് പറയാൻ പോലുമില്ല, അത്രയും വളരെ തുച്ഛമായ ഭക്ഷണം കഴിച്ച് അദ്ദേഹം ഈ ലോകത്ത് നടത്തിയ വിപ്ലവം വലിയ വിപ്ലവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരായിരുന്നു, എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് സമൂഹത്തിന് അറിയിച്ചു കൊടുത്തത് ഒരു സാധാരണ പട്ടിണിപ്പാവമായ, ആരും നോക്കാനില്ലാതിരുന്ന ഒരു അബൂ ഹുറൈറയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇങ്ങനെയാണ് അള്ളാഹു ചിലരെ ഉയർത്തിക്കൊണ്ടുവരും. നമ്മൾ ഇന്ന് അബൂ ഹുറൈറയെ ചർച്ച ചെയ്യുന്നു, റളിയല്ലാഹു അൻഹു എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് അള്ളാഹു കൊടുത്തൊരു അംഗീകാരമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കിട്ടിയ അറിവുകളൊക്കെ സ്വാർത്ഥനായി മറച്ചു വെച്ചിരുന്നെങ്കിൽ ഇത് നമുക്ക് കിട്ടില്ലായിരുന്നു. അദ്ദേഹം മറച്ചു വെക്കാതിരുന്നത് എന്തുകൊണ്ടാണ്?
ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ 159 മുതൽ 163 വരെയുള്ള വചനങ്ങളില്ലായിരുന്നെങ്കിൽ ഞാനത് മറച്ചു വെക്കുമായിരുന്നു. ഇനി അടുത്തൊരു ചരിത്രം. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഓതിയൊരു സംഭവമുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലിരിക്കുമ്പോൾ മുഅദ്ദിൻ വന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവോട് പറയുന്നുണ്ട്, ബാങ്ക് വിളിക്കാൻ സമയമായി. സമിഅതു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വഹുവ ബിഫിനാഇൽ മസ്ജിദ് ഫജാഅഹുൽ മുഅദ്ദിൻ ഇൻദൽ അസ്ർ. അസ്ർ നമസ്കാരത്തിന് വേണ്ടി മുഅദ്ദിൻ പള്ളിയിലേക്ക് ബാങ്ക് വിളിക്കാൻ വന്നു. ആ സമയത്ത് ഫദഅ ബിവുളൂഇൻ ഫതവല്ലഅ, വുളൂ എടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? പിന്നീട് പറയുകയാണ്, വല്ലാഹി ല ഉഹദ്ദിസന്നകും ഹദീസൻ ലൗലാ ആയത്തുൻ ഫി കിതാബില്ലാഹ്. അള്ളാഹുവിൻ്റെ കിതാബിൽ ഒരു ആയത്തില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്കൊന്നും പറഞ്ഞു തരില്ലായിരുന്നു. എന്നിട്ട് അദ്ദേഹം ഈ ആയത്തോതി. അദ്ദേഹം എന്താണ് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തെന്നറിയോ? വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ആ വെള്ളം കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹം പറയുന്നു, ലാ യതവല്ലഉ റജുലുൻ, ഒരു മനുഷ്യൻ വുളു എടുക്കുന്നില്ല, ഫയുഹ്സിനുൽ വുളു, ഏറ്റവും നന്നായി വുളു എടുക്കുക, സുമ്മ യുസല്ലി, പിന്നീട് അവൻ നമസ്കരിക്കുന്നില്ല, ഇല്ലാ ഗുഫിറ ലഹു മാ ബൈനഹു വബൈന സ്വലാത്തി ലത്തി, ഒരു നമസ്കാരത്തിനും മറ്റൊരു നമസ്കാരത്തിനിടയിലുള്ള പാപങ്ങൾ അവന് പുറത്തു കൊടുക്കാതെ ഒരാളിങ്ങനെ വുളു എടുത്ത് നിസ്കരിക്കുന്നില്ല. അപ്പോൾ ആ വുളു കാണിച്ചു കൊടുത്തു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് സ്വഹാബികളോട് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്ത രീതി ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബത്തിന് കാണിച്ചു കൊടുത്തു. അപ്പം പ്രവാചകൻ്റെ വുളു സ്വഹാബത്തിന് കാണിച്ചു കൊടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ആയത്തേതാ? ഈ ആയത്താണ്. ഈ ആയത്തില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്കൊന്നും പറഞ്ഞു തരൂലായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ആഗ്രഹം എന്താ? ഒരു കാര്യം, ഒരു ഇൽമ കിട്ടിയാൽ ആ ഇൽമ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച് നാളെ പരലോകത്ത് ആ ഒരു നന്മയുടെ അവകാശി ഞാൻ മാത്രമാകണമെന്ന് അവരൊക്കെ എന്ത് ചെയ്തിരുന്നു? ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഈ ആയത്തുണ്ടായിരുന്നുകൊണ്ട് എന്ത് ചെയ്തു? ഇതെല്ലാവർക്കും കിട്ടേണ്ടതാണ്. ലിന്നാസി ഫിൽ കിതാബ്, വേദഗ്രന്ഥത്തിൽ ജനങ്ങൾക്ക് വേണ്ടി മുഴുവൻ അള്ളാഹു വ്യക്തമാക്കി കൊടുത്തതാണ്. അപ്പം അത് എന്ത് ചെയ്യാൻ പാടില്ല? ഒരാളുടെ സ്വാർത്ഥതയായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല? മറച്ചു വെക്കാൻ പറ്റൂല. അപ്പം ഇൽമെന്ന് പറയണത് ഒരു സ്വകാര്യ സ്വത്ത് അല്ല, അത് ഒരു പബ്ലിക് സ്വത്താണ്. അതെല്ലാവർക്കും കിട്ടണം. അത് മുഴുവൻ മനുഷ്യന്മാർക്കും വേണ്ടി അള്ളാഹ് അവതരിപ്പിച്ച കാര്യമാണ്. അത് ഞാൻ മാത്രം എന്ത് ചെയ്യാൻ പാടില്ല? കൈയടക്കി വെക്കാൻ പാടില്ല. അപ്പോൾ ഒരു കാര്യം എന്ത് ചെയ്യാൻ പാടില്ല? അറിഞ്ഞ കാര്യം ജനങ്ങളോട് പറയാൻ നമ്മൾക്ക് മടി ഉണ്ടാകാൻ പാടില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളൊരു അറിവ് പറഞ്ഞു കൊടുത്താൽ നമുക്ക് എത്ര പ്രോഫിറ്റാണ് ഏൺ ചെയ്യാൻ കഴിയുക? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ ഖബറിലേക്ക് എത്ര നന്മ കിട്ടുന്നുണ്ടാവും. അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് വായിക്കുമ്പോൾ നമ്മൾ എത്ര തവണ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്? എത്ര തവണ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്? ഓരോ ഹദീസ് വായിക്കുമ്പോഴും റസൂലിൻ്റെ പേര് നമ്മൾ സ്വലാത്ത് ചൊല്ലുകയാണ്. ഇതിൻ്റെ കൂലി ആരിലേക്കാണ് പോണത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിലേക്കാണ് പോണത്. അള്ളാഹു ജിബ്രീലിലൂടെ അറിയിച്ചു കൊടുത്ത വഹി ജനങ്ങളൊക്കെ വായിക്കുന്നു, പഠിക്കുന്നു. ഇതിൻ്റെ പ്രോഫിറ്റ്, ഇതിൻ്റെ ലാഭം ആർക്കാണ് കിട്ടുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനാണ്. നമ്മൾ ആലോചിച്ച് നോക്ക്. അപ്പം നമ്മളൊരാൾക്കൊരു അറിവ് പഠിപ്പിച്ചു കൊടുത്താൽ ആ അറിവ് ആരൊക്കെ പ്രവർത്തിക്കുന്നു അതിൻ്റെയൊക്കെ കൂലി ആർക്ക് കിട്ടും? നമുക്കെല്ലാവർക്കും കിട്ടും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പഠിതാവ് മാത്രമായാൽ പോരാ, പിന്നെയോ പഠിച്ച കാര്യം പറഞ്ഞു കൊടുക്കണം. ചിലപ്പോൾ എല്ലാവർക്കും പഠിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ പഠിച്ച കാര്യം ചിലപ്പോൾ ഭാര്യയോട് ഡിസ്കസ് ചെയ്യാം. ഭാര്യ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും. പഠിച്ച കാര്യം മക്കൾ കുറച്ച് വലുതായി വരുമ്പോൾ ആ മക്കളോട് പറഞ്ഞു കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റിയ കാര്യമാണ്. അപ്പം നമുക്കും ഒരു ഉസ്താദാകാൻ പറ്റും, നമുക്കും ഒരു അധ്യാപകനാകാൻ പറ്റും. നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കളോട്, നമ്മുടെ ഭാര്യയോട്, നമ്മുടെ മാതാപിതാക്കളോട്. സ്വഹാബികൾ അങ്ങനെ ഇരുന്നല്ലോ. ഒരു ദിവസം ഒരു സംഘം ആളുകൾ ജോലിക്ക് പോയാൽ മറ്റൊരു സംഘം ആളുകൾ എവിടെ ഇരിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലിരിക്കും. എന്നിട്ട് അവർ അറിവ് നേടും. കഴിഞ്ഞ ദിവസം ജോലിക്ക് പോയ ആളുകൾക്ക് വൈകുന്നേരം വരുമ്പോൾ എന്ത് ചെയ്യും? അത് പറഞ്ഞു കൊടുക്കും. പിറ്റേ ദിവസം കഴിഞ്ഞ തലേന്ന് ജോലിക്ക് പോയവർ റസൂലിൻ്റെ സദസ്സിലിരിക്കും. പിറ്റേ ദിവസം മറ്റൊരു ജോലിക്ക് പോകും. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യണത്? കുറേ ആളുകൾ ജോലിക്ക് പോയതും കുറേ ആളുകൾ അറിവ് നേടിയതും. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വരാം, ഒരുമിച്ച് പോകാം, നല്ല സുഖമുണ്ട്. സ്വഹാബത്തിന് അങ്ങനെയല്ല. അപ്പോൾ സഹോദരങ്ങൾ, ഒരു അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യാൻ പാടില്ല?
ഒരു കാരണം വെച്ചാലും മറച്ചു വെക്കരുത്. ചില ആളുകൾ മറച്ചു വെക്കണം എന്താ അറിയോ? ചില ആളുകളുടെ ധാരണ, ഇത് ഞാൻ ജനങ്ങളോട് പറഞ്ഞാൽ ജനങ്ങൾ ചിലപ്പോൾ എന്നെ ആക്ഷേപിക്കുമോ. ഇതുണ്ടായിരുന്നു യഹൂദികൾക്ക്. ജനങ്ങളോട് ഈ ഹക്ക് പറഞ്ഞാൽ ജനങ്ങളൊക്കെ നമ്മൾ ആക്ഷേപിക്കുമോ എന്നുള്ള പേടി ആർക്കുണ്ടായിരുന്നു? യഹൂദികൾക്കുണ്ടായിരുന്നു, നസാറാക്കൾക്കുണ്ടായിരുന്നു. ആ ഒരു ചിന്ത ഒരിക്കലും ഒരു മുസ്ലിമിനുണ്ടാകാൻ പാടില്ല. ചിലപ്പോൾ അത് പറയുമ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു അറിവ് പകർന്നു കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആളുകൾ നമ്മൾ എന്തു ചെയ്യും? പരിഹസിക്കും. നീ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കണത്? നീ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കണത്? 21-ാം നൂറ്റാണ്ടിൽ എത്തിയിട്ടും ഇന്നും 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടിയില്ലേ എന്ന് ചില ആളുകൾ എന്തു ചെയ്യും? ചോദിക്കും. അതുണ്ടാവും, വിമർശനങ്ങളുണ്ടാവും. അത് നമ്മൾ മാത്രമല്ല, അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും എന്ത് ചെയ്തിട്ടുണ്ട്? ആ വിമർശനങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും വിധേയമായിട്ടുണ്ട്. അപ്പോൾ ഒരാൾ എന്നെ തള്ളിപ്പറയും, ഞാനൊരു കാര്യം പറഞ്ഞാൽ ജനങ്ങളൊക്കെ എന്നെ ആക്ഷേപിക്കും എന്ന് പേടിച്ചിട്ട് ആരെങ്കിലും ഒരറിവ് മറച്ചു വെച്ചാൽ അവരും എവിടെ പെടും? ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ. അപ്പോൾ അറിവ് പകർന്നു കൊടുക്കുമ്പോൾ എന്താണോ ഒരു പണ്ഡിതന്, ഒരു അധ്യാപകന് കിട്ടുന്നത്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഒരു അറിവ് മറച്ചു വെച്ചാൽ കിട്ടുന്നത്. അറിവ് പകർന്നു കൊടുത്താൽ അള്ളാഹു അവനെ അനുഗ്രഹിക്കും, മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കും, ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ അറിവ് മറച്ചു വെച്ചാലോ ഇവരെല്ലാവരും അവനെ ശപിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിനുശേഷം അള്ളാഹ് പറയാണ്, ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ വബയ്യനൂ ഫഉലൈക അതൂബു അലൈഹിം വഅനത്തവ്വാബുർ റഹീം. അള്ളാഹുവിൻ്റെ ശാപം കിട്ടുമെന്ന് പറഞ്ഞ ഉടനെ അള്ളാഹ് പിന്നെ ഉടനെ ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഇല്ലല്ലദീന താബൂ, തൗബ ചെയ്തവരൊഴികെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സ്വീകരിച്ചൊരു ശൈലിയാണ്, ഒരു തിന്മ അത് ചെയ്താൽ എന്താകും എന്ന് പറയും, ചെയ്താൽ അവർക്ക് ശിക്ഷയുണ്ടെന്ന് പറയും. അതിനുശേഷം തൊട്ടടുത്ത ആയത്തിൽ എന്തു കൊടുക്കും? ഒരു സന്തോഷ വാർത്ത കൊടുക്കും, തൗബ ചെയ്തവരൊഴികെ. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. സൂറത്തു ബുറൂജ് എടുക്കുക നിങ്ങൾ. സൂറത്തുൽ ബുറൂജ്, എല്ലാവരും സൂറത്ത് ബുറൂജ് എന്നെടുത്തേ. അതിൽ ചില ഉദാഹരണങ്ങൾ മാത്രം, ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അതിൽ 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ സുപരിചിതമായി നിങ്ങൾ ഓതുന്ന സൂറത്തുകളിലെ ചില ഉദാഹരണങ്ങൾ. സൂറത്തുൽ ബുറൂജ് എടുത്തില്ലേ? വസ്സമാഇ ദാത്തിൽ ബുറൂജ്. അതിലെ 10-ാമത്തെ ആയത്ത് നിർത്തേ. ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ثم لم يتوبوا فلهم عذاب جهنم ولهم عذاب الحريق. ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, വിശ്വാസികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും ഫിത്നകളാക്കിയ ആളുകൾ എന്ന് പറഞ്ഞാൽ പ്രയാസപ്പെടുത്തിയ, ആക്രമിച്ച ആളുകൾ. സുമ്മ ലം യതൂബു, എന്നിട്ട് തൗബ ചെയ്യാത്തവർ, ഫലഹും അദാബു ജഹന്നം വലഹും അദാബുൽ ഹരീഖ്. അവർ തൗബ ചെയ്തിരുന്നെങ്കിൽ അവർക്ക് നരകത്തിൽ നിന്ന് എന്ത് ചെയ്യാമായിരുന്നു? രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ തൗബ ചെയ്യാത്തവരാണെങ്കിൽ അവർക്ക് നരകമുണ്ട്, അവർക്ക് വേദനയേറിയ, അവരെ കത്തിച്ച് കളയുന്ന, കരിച്ച് കളയുന്ന ശിക്ഷ അവർക്കുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ അള്ളാഹു ശിക്ഷ പറയുമ്പോഴും അതിൻ്റെ ഇടയിൽ എന്തുകൊണ്ടുവരും? തൗബ കൊണ്ടുവരും. തൗബ ചെയ്താൽ അള്ളാഹ് എന്ത് ചെയ്തേനെ? പുറത്തു കൊടുത്തേനെ. തൗബ ചെയ്യാത്തത് കൊണ്ട്, തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹു ഇങ്ങനെ ശിക്ഷിക്കും. അപ്പോൾ അവിടെ ശിക്ഷ പറഞ്ഞെടുത്ത് എന്തിനെ കൊണ്ടുവന്നു? തൗബയെ കൊണ്ടുവന്നു. സൂറത്തുൽ ഫുർഖാനിലേക്ക് വാ. 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാൻ, അതിൻ്റെ അവസാനത്തെ പേജ് എടുക്ക്. സൂറത്തുൽ ഫുർഖാനിൻ്റെ ലാസ്റ്റ് പേജ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ലാസ്റ്റ് പേജ് തുടങ്ങുന്നത് ആദ്യം തന്നെ ഷിർക്കിനെ തൊട്ടാണ് പറയണത്. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ. വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു പവിത്രമാക്കിയ ശരീരങ്ങളെ കൊന്നുകളയൽ വൻ പാപങ്ങൾ എണ്ണാണ്. പിന്നെ വലാ യസ്നൂൻ, വ്യഭിചരിക്കാത്തവർ. അപ്പോൾ വ്യഭിചാരം, ഇതൊക്കെ എണ്ണി പറഞ്ഞിട്ട് അല്ലാഹ് പറയുന്നു വമൻ യഫ്അൽ ദാലിക യൽഖാ അസാമ, ആരെങ്കിലും ഷിർക്ക് ചെയ്യുകയോ കൊലപാതകം ചെയ്യുകയോ വ്യഭിചരിക്കുകയൊക്കെ ചെയ്താൽ വമൻ യഫ്അൽ ദാലിക യൽഖാ അസാമ, അവൻ വലിയ പാപത്തിലാണ് പോയി വീണിരിക്കുന്നത്. യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർക്ക് എന്തുണ്ടാകും?
ശിക്ഷ ഇരട്ടിയാക്കി കൊടുക്കും. വയഖ്ലുദു ഫീഹി മുഹാന, അവരതിൽ നിന്ദ്യന്മാരായി ശാശ്വതമായി അവിടെ ജീവിക്കുമെന്നാണ്. ഇത് പറഞ്ഞ ഉടനെ അല്ലാഹ് എന്താ പറഞ്ഞത്? തൊട്ടടുത്ത ആയത്തോത്, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. ഭയങ്കര ആശ്വാസം നൽകുന്ന ഒരു മെസ്സേജാണ്, ആശ്വാസം നൽകുന്ന ഒരു ആയത്താണ്. അതായത് ഒരാൾ ശിർക്ക് ചെയ്തു, ഒരാൾ കൊലപാതകം ചെയ്തു, ഒരാൾ വ്യഭിചരിച്ചു, പക്ഷെ അവൻ തൗബ ചെയ്തെങ്കിൽ, അതിനുശേഷം അവൻ നന്മ ചെയ്തെങ്കിൽ അവൻ അല്ലാഹ് എന്ത് കൊടുക്കും? ഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അവർ ചെയ്ത തിന്മകളെയൊക്കെ അല്ലാഹ് എന്താക്കി മാറ്റും? നന്മകളാക്കി മാറ്റും. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച്, ചെയ്ത തിന്മകളെ മുഴുവൻ അല്ലാഹ് എന്താക്കും? തൗബയിലൂടെ, അവരുടെ അമലു സ്വാലിഹാത്തുകളിലൂടെ ചെയ്ത കർമ്മത്തിൻ്റെ രേഖയിലെ തിന്മകളെ മുഴുവൻ എന്താക്കും? നന്മയാക്കി മാറ്റും. അതുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് ഒരാൾ പ്രവേശിച്ചാൽ പിന്നെ ഇസ്ലാമിന് മുമ്പുള്ളതൊക്കെ എന്തായി മാറും? അല്ലാഹ് പുറത്തു കൊടുത്ത് നന്മയാക്കുമെന്നാണ്. ആ സ്ഥാനത്ത് നന്മ കൊണ്ടുവരും. അതുകൊണ്ടാണ് തൗബ ചെയ്താൽ തൗബക്ക് മുമ്പുള്ളതെല്ലാം അല്ലാഹ് പുറത്തു കൊടുത്ത് എന്താക്കും? നന്മയാക്കി മാറ്റും. അപ്പം ഇവിടെയും സൂറത്തുൽ ബഖറയിലെ 160 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇല്ലല്ലദീന താബു, തൗബ ചെയ്തവരൊഴികെ, വഅസ്ലഹു, തൗബ ചെയ്താൽ മാത്രം പോരാ, വഅസ്ലഹു, അസ്ലഹ യുസ്ലിഹു ഇസ്ലാഹ്, അവരെന്ത് ചെയ്യണം? നന്നാക്കണം. തൗബ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ ഖേദിച്ചു മടങ്ങുകയാണ്. ഒരു തിന്മയിൽ നിന്ന് തിന്മ അവസാനിപ്പിച്ച് ഖേദിച്ച് പിന്നെ റബ്ബിനോട് പറയാണ്, ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ എന്ത് ചെയ്യൂല. ഇതാണ് തൗബ. അപ്പം തൗബയിൽ 3 കാര്യങ്ങൾ ഉണ്ടാകണമെന്നാണ് പണ്ഡിതന്മാർ പറയണത്. 3 കാര്യങ്ങൾ. ഒന്ന്, ആ തിന്മയിൽ നിന്ന് അവൻ എന്ത് ചെയ്യണം? പൂർണ്ണമായും മടങ്ങണം. 2, ഖേദമുണ്ടാകണം. ചെയ്ത തിന്മയെ തൊട്ട് അവൻ എന്തുണ്ടാകണം? ഒരു കുറ്റബോധവും വിഷമവും ഉണ്ടാകണം. 3, ഞാൻ ഇനി ഒരിക്കലും അത് ചെയ്യില്ല എന്ന് എന്ത് ചെയ്യണം? ഉറച്ച് തീരുമാനിക്കണം. ഇതാണ് 3 ഷർത്തുകൾ. ഇവിടെ അല്ലാഹ് 4-മതും 5-മതും ഓരോ ഷർത്ത് കൊണ്ടുവരികയാണ്. ഏതാണ്? വഅസ്ലഹു, അവരെന്ത് ചെയ്യണം? നന്നാക്കണം. എന്ന് പറഞ്ഞാൽ അവർ സ്വയം എന്ത് ചെയ്യണം? അവരുടെ ജീവിതം നന്നാക്കണം. അതിനെന്ത് ചെയ്യണം? അമലു സ്വാലിഹാത്ത് വേണം. അപ്പം തിന്മ ചെയ്ത് കഴിഞ്ഞ് തൗബ ചെയ്താൽ തൊട്ട് പിറകെ നമ്മൾ എന്ത് ചെയ്യണം? നന്മകൾ ചെയ്യണമെന്നാണ്. അതിനുശേഷം അല്ലാഹ് പറയുന്നു വബയ്യനു. എന്താ ബയ്യനു എന്ന് പറഞ്ഞത്? എന്താ ബയ്യനാന്ന് നമ്മൾ പഠിച്ചത്? വ്യക്തമാക്കണം. അല്ലാഹ് വ്യക്തമാക്കിയത് ആര് മറച്ചു വെച്ചിട്ടുണ്ട്? ജൂതന്മാർ മറച്ചു വെച്ചിട്ടുണ്ട്. ആ ജൂതന്മാരോടും അതേപോലെ തന്നെ ഒരു അറിവ് മറച്ചു വെച്ച ആരുമാകട്ടെ, അവരൊക്കെ തൗബ ചെയ്താൽ പിന്നെ മറച്ചു വെച്ച കാര്യം ആരോട് പറയണം? ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയൊക്കെ ആയിരുന്നു, എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, ഞാനത് മനഃപൂർവ്വം മറച്ചു വെച്ചതാണ്, അതങ്ങനെയല്ല, ഇതിങ്ങനെയാണെന്ന് ജനങ്ങളോട് വ്യക്തമാക്കി കൊടുക്കണം, വിശദീകരിച്ചു കൊടുക്കണം. അപ്പം എല്ലാവരുടെയും തൗബ ഒരുപോലെ ആകാൻ പറ്റൂല. ചെയ്ത തിന്മക്കനുസരിച്ച് എന്ത് ചെയ്യും? തൗബയുടെ രീതിക്ക് വ്യത്യാസമുണ്ട്. ഞാൻ ഒരാളെപ്പറ്റി ആക്ഷേപം പറഞ്ഞു, ഒരാളെപ്പറ്റി ജനങ്ങളുടെ ഇടയിൽ എന്ത് ചെയ്തു? ഒരു വലിയ അപവാദ പ്രചരണം ഞാൻ നടത്തിയെന്ന് വിചാരിക്കുക. എൻ്റെ തൗബ സാധാരണ ഒരു തെറ്റ് ചെയ്തവൻ്റെ തൗബ പോലെയല്ല. ഞാൻ അള്ളാഹിനോട് തൗബ ചെയ്യണം. അതേപോലെ തന്നെ ഞാൻ ആരെപ്പറ്റിയാണോ ആക്ഷേപിച്ചത് അവനോട് ഞാൻ എന്ത് ചെയ്യണം? മാപ്പ് പറയണം, പൊറുക്കലിനെ തേടണം. അതായത് നീ എനിക്ക് പുറത്തു തരണമെന്ന് പറയണം. മനസ്സിലായോ? ഞാൻ ആരോട് തെറ്റ് ചെയ്തു അയാളോട് പോയിട്ട് നമ്മൾ മാപ്പ് ചോദിക്കണം. അയാളും കൂടി നമുക്ക് എന്ത് ചെയ്യണം? പുറത്തു തരണം. അപ്പം സൃഷ്ടികളോട് ചെയ്ത തെറ്റിന് സൃഷ്ടികളോടും കൂടി എന്ത് ചെയ്യണം? നമ്മൾ പോയി പൊരുത്തം തേടണം. ഇവിടെ നമ്മൾ മുഴുവൻ മനുഷ്യരോടുമാണ് അക്രമം ചെയ്തിരിക്കുന്നത്. എന്താ അക്രമം? മുഴുവൻ മനുഷ്യർക്കും കിട്ടേണ്ട ഒരു അറിവാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ആ പണ്ഡിതൻ മറച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ മുഴുവൻ ജനങ്ങളോടും പറയണം, ഇതായിരുന്നു ഹക്ക്, ഇതായിരുന്നു സത്യം എന്ന് ജനങ്ങളോട് വ്യക്തമാക്കി പറയണം. അപ്പോൾ അറിവ് മറച്ചു വെച്ചാൽ ആ പാപം ഗുരുതരമായ പാപമായതുകൊണ്ടാണ് ഇല്ലല്ലദീന താബൂ വ അസ്ലഹൂ വ ബയ്യനൂ. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്ക്. വേറെ എവിടെയെങ്കിലും ഇതുപോലെ തൗബയെ പറ്റി പറഞ്ഞോ? വേറെ ഒരിടത്ത് ഇതേപോലെ തൗബയെ പറ്റി പറഞ്ഞിട്ടില്ല. തൗബ മാത്രമല്ല, പിന്നെ നന്നാക്കണം, ജനങ്ങൾക്കത് വ്യക്തമാക്കി കൊടുക്കണം. അങ്ങനെയുള്ള മനുഷ്യർക്ക് ഫഉലൈക അതൂബു അലൈഹിം, അവരുടെ മേൽ ഞാൻ പുറത്തു കൊടുക്കുന്നതാണ്. അള്ളാഹു പുറത്തു കൊടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് അവരുള്ളത്. അപ്പോൾ അവരുടെ മേൽ എന്തുണ്ടാകൂല?
ലഅനത്ത് ഉണ്ടാവുകയില്ല. പക്ഷെ അവർ മറച്ചു വെച്ചവരായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? തൗബ ചെയ്തു. അപ്പം ആ മറച്ചു വെച്ച തിന്മയെ അള്ളാഹ് എന്ത് ചെയ്യും? പുറത്തു കൊടുക്കും. വഅന തവ്വാബുർ റഹീം, അള്ളാഹു ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും റഹീമുമാകുന്നു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു വാചകം പറയുന്നുണ്ട്. അതായത് ഇങ്ങനെ മറച്ചു വെച്ച് അള്ളാഹുവിനോട് തൗബ ചെയ്ത ഒരു മനുഷ്യനെ പറ്റി പറയുകയാണ്, പണ്ഡിതന്മാർ പറയുകയാണ്, അള്ളാഹുവിലേക്ക് ഇങ്ങനെ ഒരാൾ തൗബ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ എന്ത് ചെയ്യും? പുറത്തു കൊടുക്കും. പക്ഷേ മുൻകഴിഞ്ഞ സമൂഹങ്ങളിൽ ഇങ്ങനൊരു ഇളവ് തൗബക്കില്ല. നമ്മൾ പഠിച്ചല്ലോ, മൂസാ നബിയുടെ ജനത ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചപ്പോൾ അള്ളാഹ് അവർക്ക് കൊടുത്ത തൗബ എങ്ങനെയാ? അവരിലുള്ള ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ എന്ത് ചെയ്യണം? ആദ്യം കൊല്ലാൻ പറഞ്ഞു. എന്നിട്ട് അള്ളാഹ് കൊല പിന്നീട് നിർത്താൻ പറഞ്ഞു. അതിലൂടെയാണ് അവർക്ക് അള്ളാഹ് തൗബ കൊടുത്ത്. എന്ന് പറയാൻ അക്രമകാരികളായ ആളുകൾ എന്ത് ചെയ്യണം? നിങ്ങളുള്ള ആളുകൾ മറ്റൊരാളെ കൊല്ലണമെന്ന് പറയുകയാണ്. അക്രമം ചെയ്തവരെ അക്രമം ചെയ്യാത്തവർ കൊല്ലണം. അങ്ങനെ ഒരു കൊല നടത്തിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അള്ളാഹിനോട് തൗബ ചെയ്യേണ്ടത്. കാരണം എന്താ? ആ അക്രമകാരികൾ അവിടെ ഉണ്ടാകാൻ പാടില്ല. പിന്നീട് അള്ളാഹു എന്ത് ചെയ്തു? അത് നിർത്താൻ പറഞ്ഞു. അത് നമ്മൾ മുമ്പ് വിശദമായി പഠിച്ചതാണ്. അപ്പം മുൻകഴിഞ്ഞ സമൂഹങ്ങളിലൊക്കെ അള്ളാഹു തൗബ വെച്ചപ്പോൾ കുറച്ച് പ്രയാസകരമായ ഘട്ടങ്ങൾ അവർക്ക് എന്ത് ചെയ്തിരുന്നു? കൊടുത്തിരുന്നു. പക്ഷെ ഈ ഉമ്മത്തിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് എന്ത് കൊടുത്തു? അള്ളാഹുലേക്ക് ആരാണോ തൗബ ചെയ്യുന്നത് അള്ളാഹുവിന് എന്ത് ചെയ്യും? പശ്ചാത്താപം കൊടുക്കുമെന്നാണ്. അത് ഈ ഉമ്മത്തിന് കൊടുത്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് കൊടുത്തൊരു വലിയ കാരുണ്യാണെന്നാണ്. നിങ്ങളെന്നാ വെച്ചാൽ ക്രിസ്ത്യാനികളുടെ അടുക്കലാണ്, ക്രിസ്ത്യാനികളാണ് ഒരു തെറ്റ് ചെയ്തെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അവൻ ആദ്യം പോയി പള്ളിയിലച്ഛൻ്റെ അടുക്ക് പോയി കുമ്പസരിക്കണം. ആദ്യം പള്ളിയിലച്ഛൻ അവൻ ചെയ്ത തെറ്റ് മുഴുവൻ അറിയണം. എന്നിട്ട് പള്ളിയിലച്ഛനാണ് പിന്നെ എന്ത് ചെയ്യുക? അവർ വിശ്വസിക്കുന്ന ദൈവത്തോട് പറയുക. നമ്മളോ, മുസ്ലിങ്ങൾക്കോ, ഒരു തെറ്റ് ചെയ്താൽ ആരും കാണാതെ ഒഴിഞ്ഞിരുന്ന് നമ്മുടെ റഹ്മാനായ റബ്ബിനോട് നമ്മുടെ വിഷമം പറഞ്ഞാൽ അള്ളാഹു നമ്മളോട് പറയുകയാണ്, അള്ളാഹു ആരാണ്? വഅന തവ്വാബുർ റഹീം, ഞാൻ അവന് പുറത്തു കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിക്കുക, എത്ര സിമ്പിളാണ് ഇസ്ലാം, എത്ര സിമ്പിളാണ്. ഒരു ക്രിസ്ത്യാനി തെറ്റ് ചെയ്താൽ അവൻ്റെ മനസ്സിൽ എന്തായിരിക്കും? ഇനിയിപ്പോൾ പള്ളിയിലച്ഛനെ പോയി കാണണമല്ലോ, ഒന്ന് കുമ്പസരിക്കണമല്ലോ, ഒരു വലിയ കടമ്പ അവിടെ കിടക്കുകയാണ്. ഒരു മുസ്ലിമിനോ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ ആ തെറ്റിനെപ്പറ്റി ഓർക്കുമ്പോൾ കുറച്ചു നേരം റബ്ബിലേക്ക് ഹൃദയവുമായി ഒന്ന് ബന്ധിപ്പിച്ചാൽ അള്ളാഹുവിന് പുറത്തു കൊടുക്കും. എത്ര സിമ്പിളാണ് ഇസ്ലാമിൻ്റെ തൗബ, എത്ര സിമ്പിളാണ് ഇസ്ലാമിൻ്റെ ഇസ്തിഗ്ഫാർ, ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പം ഏറ്റവും എളുപ്പമുള്ള ഒരു മതത്തിൻ്റെ അനുയായിയാകാൻ ഭാഗ്യം ലഭിച്ചു എന്നുള്ളതിന് അള്ളാഹിനോട് നമ്മൾ എന്ത് ചെയ്യണം? ഹംദ് പറയണം, ശുക്ർ ചെയ്യണം. കാരണം എത്ര ഈസി ആയിട്ടാണ് നമ്മൾ ചെയ്തൊരു തെറ്റിനെ അതിൽ നിന്നൊന്ന് പുറത്തിറങ്ങാൻ അള്ളാഹു വഴി കാണിച്ചിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ദീനിൽ അടിയുറച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നു, ഇന്നല്ലദീന കഫറൂ, തീർച്ചയായും കഫറൂ, സത്യനിഷേധികളായവർ. കഫറ യക്ഫുറു കുഫ്റുൻ. കഫറ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ഏതൊരു ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിരുന്നു. അതിൻ്റെ ഭാഷാർത്ഥം എന്താണ്? മറച്ചു വെക്കുക എന്നാണ്. സത്യത്തെ മറച്ചു വെക്കുക. അതുകൊണ്ടാണ് കൃഷിക്കാരൻ തൻ്റെ വിത്തിനെ മണ്ണിൻ്റെ അടിയിൽ മറച്ചു വെക്കുന്നതിന് എന്തു പറയും? കഫറ എന്ന വാക്കുപയോഗിക്കും. അപ്പം ഇവിടെ സത്യത്തെ മറച്ചു വെച്ചവൻ, അതായത് സത്യനിഷേധിയായവർ. അതിനുശേഷം അല്ലാഹ് പറഞ്ഞു, വമാതു വഹും കുഫാർ, സത്യനിഷേധിയായിക്കൊണ്ട് മരണപ്പെട്ടവർ. ഉലായിക അലൈഹിം, അവരുടെ മേൽ എന്തുണ്ട്? ലഅനത്തുല്ലാ, അള്ളാഹുവിൻ്റെ ലഅനത്തുണ്ട്. വൽ മലായികത്തി, മലക്കുകളുടെ ലഅനത്തുണ്ട്. വന്നാസി അജ്മഈൻ, മുഴുവൻ മനുഷ്യരുടെയും ലഅനത്തുണ്ട്. നേരത്തെ പറഞ്ഞത് എന്താണ്? സത്യം മറച്ചു വെക്കുന്ന ആൾക്ക് അള്ളാൻ്റെ ലഅനത്തും ലഅനത്ത് നടത്തുന്ന മുഴുവൻ ആളുകളുടെയും ലഅനത്തുണ്ടെന്ന് പറഞ്ഞു. തൊട്ടടുത്ത ആയത്തിൽ എന്തു പറഞ്ഞു? തൗബ ചെയ്യുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ അള്ളാഹ് പറയുകയാണ്, ഈ ഹക്ക് മറച്ചു വെച്ചുകൊണ്ട് കാഫിറായിക്കൊണ്ട് സത്യനിഷേധിയായിക്കൊണ്ട് ആരെങ്കിലും മരിച്ചു പോയാലോ അവൻ അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും മുഴുവൻ മനുഷ്യരുടെയും ലഅനത്തുണ്ടാവും. മുഴുവൻ മനുഷ്യരുടെയും ലഅനത്തുണ്ടാവും. മുഴുവൻ മനുഷ്യരെന്ന് പറയുമ്പോൾ എന്തായി? ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരും എന്ന് പറഞ്ഞാൽ അവൻ മരിച്ചത് എങ്ങനെയാണ്? കാഫിറായിട്ടാണ്. പിന്നെ അവൻ അതിൽ നിന്ന് എന്ത് കിട്ടൂല?
കാഫിറായി മരിച്ചുപോയ ഒരാൾക്ക് പിന്നെന്തുണ്ടാവില്ല? തൗബ ചെയ്യാനുള്ള അവസരമില്ല. അതുകൊണ്ട് തന്നെ അവൻ ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരുടെയും ലഅനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കും. അത് ആദ്യം അല്ലാഹ് എന്താ പറയുക? ഇന്നല്ലദീന കഫറു എന്നാ പറഞ്ഞത്, സത്യനിഷേധികളായവർ. പിന്നെ അള്ളാഹ് അത്തുഫിൻ്റെ വാവ് കൊണ്ട് പറഞ്ഞു വമാതു വഹും കുഫാർ, കുഫാറായി മരിക്കുന്നവർ. കാഫിറായി ജീവിച്ചു എന്നുള്ളതിനേക്കാളും വലിയ തെറ്റാണ് കാഫിറായി മരിച്ചു എന്നുള്ളത്. കാരണം കാഫിറായി ജീവിച്ച് എത്രയോ ആളുകൾ മരിക്കണ സമയത്ത് ആരായിട്ടുണ്ട്? മുസ്ലിമായിട്ടുണ്ട്. മുസ്ലിമായി ജീവിച്ചിട്ട് മരിക്കണ സമയത്ത് ആരായിട്ടുണ്ട്? കാഫിറുമായിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മനുഷ്യൻ രാവിലെ മുഅ്മിനാകും, വൈകുന്നേരം അവൻ ആരാകും? കാഫിറാവും. മറ്റൊരാൾ രാവിലെ കാഫിറാകും, അല്ലെങ്കിൽ വൈകുന്നേരം കാഫിറാകും, രാവിലെ മുഅ്മിനാവും. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്ക്. നമ്മളൊരാളെ കാണണം, അവൻ രാവിലെ വിശ്വാസി, പിന്നെ വൈകിട്ട് കാഫിർ. മറ്റൊരാളെ വൈകിട്ട് കാഫിറായി കണ്ടു, രാവിലെ വിശ്വാസിയായി കണ്ടു. അങ്ങനെ ഒരു കാലം നിങ്ങൾക്ക് എന്ത് ചെയ്യും? വരുമെന്നാണ്. മാത്രമല്ല, ഒരു മനുഷ്യൻ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയണം, ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതകാലം മുഴുവൻ നന്മ ചെയ്തു, പക്ഷേ അവസാന സമയത്ത് അവൻ നരകക്കാരുടെ പണിയെടുത്ത് എവിടെത്തി? നരകത്തിലെത്തി. ഒരു മനുഷ്യൻ ജീവിതകാലം മുഴുവൻ തിന്മ ചെയ്തു, പക്ഷെ അവസാന സമയത്ത് അവൻ എന്ത് ചെയ്തു? സ്വർഗക്കാരുടെ പണിയെടുത്തവൻ എവിടെ എത്തി? സ്വർഗത്തിലെത്തി. ഇന്നമൽ അഅ്മാലു ബിഖവാതിമിഹ, പ്രവർത്തനങ്ങൾ അള്ളാഹു വിലയിരുത്തുന്നത് അവൻ്റെ അന്തിമം നോക്കിയിട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല അന്ത്യം നൽകുമാറാകട്ടെ. അപ്പം നമ്മുടെ അന്ത്യം എങ്ങനെയാണ്? അത് നോക്കിയിട്ടാണ് അള്ളാഹു വിലയിരുത്തുക. നമ്മൾ മുസ്ലിമായി ജീവിച്ചു എന്നുള്ളതല്ല. പിന്നെയോ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നമ്മളെപ്പോഴും കേൾക്കണതാണ്. അത് യാക്കൂബ് നബി, ഇബ്രാഹിം നബിയും തന്നെ മക്കൾക്ക് കൊടുത്ത വസിയത്ത് നമ്മൾ എന്ത് ചെയ്തു? കഴിഞ്ഞ 2 പേജ് അപ്പുറം മുമ്പ് നമ്മൾ പഠിച്ചതാണ്. നിങ്ങൾ മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്? മരിക്കരുതെന്നാണ്. ജീവിക്കരുതെന്നല്ല, മരിക്കരുത്. മരിക്കുമ്പോൾ നിങ്ങൾ മുസ്ലിം ആയിരിക്കണം. അപ്പം നമ്മുടെ അന്ത്യം എന്താകണം? അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതാണ് വമാതു വഹും കുഫാർ. അവർ കുഫാറായിക്കൊണ്ട്, കാഫിറുകളായിക്കൊണ്ട് മരണപ്പെട്ടാൽ അവരുടെ മേൽ അള്ളാഹുവിൻ്റെ ലഅനത്ത്, മലക്കുകളുടെ ലഅനത്ത് നടത്തുന്ന മുഴുവൻ മനുഷ്യന്മാരുടെ ലഅനത്തുണ്ടാവും. അപ്പോൾ ഈ മനുഷ്യന്മാരെന്ന് പറഞ്ഞത് വിശ്വാസികളും കാഫിറും പെടുവോ? അതൊരു ചോദ്യമാണല്ലോ. മുഴുവൻ മനുഷ്യന്മാരെന്ന് പറഞ്ഞു. അതിനെ പണ്ഡിതന്മാർ പറഞ്ഞത് അത് വിശ്വാസികളെയാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുക. കാരണം എന്താ? അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു അവിശ്വാസി ദുനിയാവിൽ വെച്ച് എന്ത് ചെയ്യൂല? ശപിക്കൂല. ഒരു അവിശ്വാസി ദുനിയാവിൽ വെച്ച് എന്ത് ചെയ്യൂല? ഇതിൻ്റെ പേര് ശപിക്കൂല. പക്ഷെ വിശ്വാസിയാണ് ദുനിയാവിൽ വെച്ച് അവൻ എന്ത് ചെയ്യുക? ശപിക്കുക. എന്നാൽ അവിശ്വാസി അവനെ ശപിക്കും. എവിടെ വെച്ചിട്ടാണ്? പരലോകത്തിൽ വെച്ച് അവിശ്വാസി അവനെ ശപിക്കും. അത് സൂറത്തുൽ അൻകബൂത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നുണ്ട്? വിശദമായി പറയുന്നുണ്ട്. സൂറത്തുൽ അൻകബൂത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സുമ്മ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ യക്ഫുറു ബഅ്ളുക്കും ബിബഅ്ൾ, നിഷേധിച്ച ആളുകൾ എന്ത് ചെയ്യും? ചില ആളുകൾ ചിലരെ വയൽഅനു ബഅ്ളുക്കും ബഅ്ളാ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? ശപിക്കും. അപ്പോൾ അവിശ്വാസികൾ പരലോകത്ത് വെച്ച് എന്ത് ചെയ്യും? പരസ്പരം ശപിക്കും. അതുകൊണ്ടാണ് മഹാനായ ഇബ്നുൽ ജൗസി റഹ്മഹുല്ല 3 വിശദീകരണമാണ് കൊടുത്തത്. ആരാണ് ഈ മനുഷ്യന്മാർ ശപിക്കുമെന്ന് പറഞ്ഞതിൽ? അതിൽ ഒന്ന് പറഞ്ഞത് യൽഅനുഹും ഫിൽ ആഖിറ, പരലോകത്ത് അവിശ്വാസികൾ ശപിക്കുന്നതിനെ പറ്റിയാണ്. രണ്ടാമത് പറഞ്ഞത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ റിപ്പോർട്ടാണ്. അതാരാണ്? ഹാ ഹുനാൽ മുഅ്മിനൂൻ, വിശ്വാസികൾ ഈ ദുനിയാവിൽ വെച്ച് ശപിക്കുമെന്നുള്ളതാണ്. മൂന്നാമത്തത് മുഴുവൻ മനുഷ്യരുമാകാം. അപ്പോൾ അതിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം ദുനിയാവിൽ വെച്ച് വിശ്വാസികൾ ശപിക്കും, പരലോകത്ത് വെച്ച് ആര് ശപിക്കും? അവിശ്വാസികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശപിക്കും. നീ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, നീയാണ് എന്നെ തെറ്റിലേക്ക് എത്തിച്ചത് എന്ന് പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരെന്ത് ചെയ്യും? ശാപപ്രാർത്ഥന നടത്തും. ഇത് പരലോകത്ത് വെച്ച് പോലും നടക്കുന്നതാണ് ഈ ശാപപ്രാർത്ഥന. അപ്പോൾ ഒരു വിശ്വാസിക്ക് ഒരാളെ ശപിക്കാൻ പറ്റുമോ? അതൊരു ചോദ്യമാണല്ലോ. ഒരു സമൂഹത്തെ ശപിക്കാം, കാഫിറുകളായ ഒരു സമൂഹത്തെ എന്ത് ചെയ്യാം? ശപിക്കാം. പക്ഷെ ഒരു വ്യക്തിയുടെ മേൽ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ പേരെടുത്തുകൊണ്ട് ശാപപ്രാർത്ഥന നടത്താൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? തിരുത്തിന്നാണ്. എപ്പോഴാണ്? 70ഓളം വരുന്ന ഖുർആഉകൾ, ഖാരിഈങ്ങൾ സഹാബത്തിനെ കൊന്ന് ഒരു കിണറ്റിലിട്ടു. ആ ഗോത്രം നബിയുടെ അടുക്കലേക്ക് വന്നതെന്തിനാണ്?
ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തരുന്ന കുറച്ച് കാര്യങ്ങളെ വേണം എന്ന് പറഞ്ഞ് 70 സ്വഹാബികളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചത്. ആരെ 70 പേര്? ഖുർആൻ ഹാഫിളായ, ഖുർആൻ പഠിച്ച സ്വഹാബികൾ. അവരെ ആ ഗോത്രം എന്ത് ചെയ്തു? കഴുത്തറുത്തൊരു കിണറ്റിലിട്ടു. അതാണ് ബിറു മഊന എന്ന് പറയുന്ന സംഭവം. ബിറു മഊന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങേറ്റത്തെ ദേഷ്യമുണ്ടായി എന്നാണ് അവരോട്, സങ്കടമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1 മാസക്കാലം അവർക്കെതിരെ എന്ത് ചെയ്തു? നാസിലത്തിൻ്റെ കുനൂത്ത് നടത്തിയെന്നാണ്. നാസിലത്തിൻ്റെ കുനൂത്ത് 5 നേരത്തെ നിസ്കാരത്തിൽ. നാസിലത്തിൻ്റെ കുനൂത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അക്രമികൾക്കെതിരെ ശാപപ്രാർത്ഥന നടത്തുന്ന കുനൂത്തിനാണ് നാസിലത്തിൻ്റെ കുനൂത്ത് എന്ന് പറയുക. ഈ കുനൂത്ത് 1 മാസം നടത്തിയപ്പോൾ അടുത്ത ആയത്ത് അവതരിച്ചു. നബിയെ, താങ്കൾക്ക് അവർക്കെതിരിൽ വ്യക്തികളുടെ പേരെടുത്ത് പ്രാർത്ഥിക്കാൻ അവകാശമില്ല. ഓരോ വ്യക്തികളുടെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു. ആ വ്യക്തികൾ തൗബ ചെയ്താൽ അല്ലാഹ് എന്ത് ചെയ്യും? പുറത്തു കൊടുക്കും. ആ വ്യക്തികൾ പിന്നീട് എന്ത് ചെയ്തു? തൗബ ചെയ്തു. അള്ളാഹു പുറത്തു കൊടുത്തു. അവർ മുസ്ലിമീങ്ങളായി. അപ്പോൾ ഒരു സമൂഹത്തിനെതിരെ പ്രാർത്ഥിക്കാം, പക്ഷെ ഒരു വ്യക്തികളുടെ പേരെടുത്ത് എന്ത് ചെയ്യാൻ പാടില്ല? ലഅനത്ത് പറയാൻ പാടില്ല. ഒരു വ്യക്തിയുടെ പേരെടുത്ത് ഖുർആൻ ലഅനത്ത് നടത്തിയത് ആർക്കെതിരെയാണ്? ഇബ്ലീസിനെതിരെയാണ്. ഇബ്ലീസിനെതിരെയാണ്. ഓക്കെ. ഇനി അബൂലഹബിനെതിരെയും ഫിറൗനെതിരെയൊക്കെ നടത്തിയിട്ടുണ്ട്. അത് വഹിയുള്ള അള്ളാഹുവാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വഹിയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നടത്തിയിട്ടുള്ളത്. ഒരു വിശ്വാസി നടത്തിയതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? കാണാൻ പറ്റൂല. അപ്പോൾ ഒരു സമൂഹത്തിനെതിരെ, അക്രമികളായ ഒരു സമൂഹത്തിനെതിരെ നമുക്ക് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. പക്ഷെ ഒരു വ്യക്തിയെ പേരെടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പ്രാർത്ഥിക്കാൻ പാടില്ല. ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കലേക്ക് കള്ളുകുടിയനായ ഒരു മനുഷ്യനെ കൊണ്ടുവന്നു. കള്ളുകുടിയനായ മനുഷ്യൻ, ആൾ സ്വഹാബിയാണ്. ആ സ്വഹാബി കള്ളു കുടിച്ചു, അങ്ങേറ്റം കള്ളു കുടിച്ചു. അപ്പോൾ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ശിക്ഷ എന്താണെന്നറിയോ? അവിടെ കൂടി നിന്ന സ്വഹാബികളൊക്കെ എന്ത് ചെയ്യണം? അയാൾ അടിക്കണം. ഇതായിരുന്നു ശിക്ഷ. എല്ലാവരും അടിച്ചു. കയ്യിലിരിക്കണ ചില ആളുകൾ ഷാള് കൊണ്ടടിച്ചു, ചില ആളുകൾ ചെരുപ്പ് കൊണ്ടടിച്ചു. അങ്ങനെ ഈ കൂട്ടത്തിൽ നിന്നവരെല്ലാവരും അടിച്ചു. അടിച്ച കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, അള്ളാഹു അവനെ ശപിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തൽ അൻഹു, അങ്ങനെ പറയാൻ പാടില്ല. ഇന്നഹു യുഹിബ്ബുല്ലാഹ വ റസൂലഹു, അവൻ അള്ളാഹിനെയും റസൂലിനെയും സ്നേഹിക്കുന്നവനാണ്. പക്ഷെ തെറ്റുപറ്റി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം ശ്രദ്ധിക്കണം. അവൻ അള്ളാഹിനെ റസൂലിനെ എന്ത് ചെയ്യുന്നുണ്ട്? സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യനാണ്, തെറ്റുപറ്റി. അതിനുള്ള ശിക്ഷയാണ് നമ്മൾ കൊടുത്തത്. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? ശപിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾ അങ്ങേയറ്റം കുരുത്തം കെട്ടവരായി, അങ്ങേയറ്റം മോശക്കാരായി മാറുമ്പോൾ ഒരിക്കലും അവർക്കെതിരെ എന്ത് ചെയ്യരുത്? ശാപപ്രാർത്ഥന നടത്തരുത്. ഒന്ന് നശിച്ചു പോയിരുന്നെങ്കിൽ എന്ന് പറയുന്ന എത്രയോ മാതാപിതാക്കളുണ്ട് മക്കളെപ്പറ്റി. ഒരിക്കലും പറയാൻ പാടില്ല. കാരണം ഒരു സഹോദരൻ, മകൻ പോലുമല്ല, ഒരു സഹാബികളിൽ തങ്ങളുടെ കൂട്ടത്തിലൊരു സഹോദരൻ മുഴുക്കള്ളുകുടിയനായപ്പോൾ അത്രയും മതികെട്ടൊരു സഹാബി പറയണം, അള്ളാഹ് അവനെ നശിപ്പിക്കട്ടെ എന്ന്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? പിശാചിനെ നിങ്ങൾ സഹായം ചെയ്തു കൊടുക്കരുത് അവനെതിരിൽ. ഈ വാചകം കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു എന്നാണ്. അപ്പോൾ ഒരാളെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ ശാപപ്രാർത്ഥന നടത്താൻ പാടില്ല. അതൊരാൾ നശിച്ച് കാണാനുള്ള ഒരു സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവസാനത്തെ ഒരു ആയത്ത് കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഖാലിദീന ഫീഹ, അവരതിൽ ശാശ്വതരാണ്. ഏതിൽ? ആ ലഅനത്തിൽ. ആ ലഅനത്തിൽ അവരാരാണ്? ശാശ്വതരാണ്. ആ ലഅനത്ത് എവിടം വരെ ഉണ്ട്? പരലോകത്ത് ഖിയാമത്ത് നാളിലും ആ ലഅനത്തുണ്ട്. ലാ യുഖഫഫു അൻഹുമുൽ അദാബ്. ലഅനത്ത് കിട്ടി മരണപ്പെട്ടു പോയൊരു മനുഷ്യന് നാളെ സ്വർഗ്ഗമാണോ നരകമാണോ കിട്ടുക? നരകമാണ്, ശിക്ഷയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ലാ യുഖഫഫു അൻഹുമുൽ അദാബ്, അവന് ശിക്ഷയിൽ എന്തില്ല? ഇളവ് ഇല്ല. ഖഫഫ യുഖഫിഫു എന്ന് പറഞ്ഞാൽ ചെറുതാക്കി കൊടുക്കുക എന്നാണ്. ഒരു കാര്യത്തെ ചെറുതാക്കി കൊടുക്കുക, ലഘുവാക്കി കൊടുക്കുക. അവന് ശിക്ഷയിൽ എന്തില്ല? ലഘൂകരണമില്ല. പിന്നെയോ വലാഹും യുൻദറൂൻ, അവന് ഇട കൊടുക്കപ്പെടുകയില്ല, നോക്കപ്പെടുകയില്ല എന്നാണ് അതിൻ്റെ ഭാഷാർത്ഥം. നോക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലഅനത്ത് ലഭിച്ച ഒരു വ്യക്തിയോട് അള്ളാഹു കാരുണ്യത്തോടെ എന്ത് ചെയ്യൂല? നോക്കൂല. അതേപോലെ തന്നെ അവന് ഇട കൊടുക്കുകയില്ല എന്ന് പറഞ്ഞതിനെ വിശദീകരിച്ച് എങ്ങനെയെന്നറിയോ? അവന് ഒരു ഗ്യാപ്പ്, ശിക്ഷയിലൊരു ഗ്യാപ്പ് അല്ല എന്ത് ചെയ്യൂല? കൊടുക്കൂല. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ശിക്ഷ ലഭിച്ച ഒരു മനുഷ്യനെ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ലഅനത്ത് ലഭിച്ച ഒരു മനുഷ്യനെ അള്ളാഹു എന്തു കൊടുക്കില്ല? അതിൽ നിന്നൊരു ഇളവ്, ഒരു ഗ്യാപ്പ് കൊടുക്കൂല. ബൽ ഹുവ മുതവാസിലുൻ ദായിമുൻ, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന, കണ്ടിന്യൂറ്റിയിൽ ഇങ്ങനെ പോവും. അതൊരിക്കലും മുറിഞ്ഞു പോകില്ല ശിക്ഷ.
അതാണ് വലാഹും യുൻദറൂൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കണത്. അപ്പം അള്ളാഹുവിൻ്റെ ലഅനത്ത് ലഭിച്ച ഒരു മനുഷ്യന് ഒരിക്കലും ശിക്ഷയിൽ എന്ത് കിട്ടൂല? ലഅനത്ത് കിട്ടൂല. അവൻ്റെ ശിക്ഷക്ക് ഒരു ഇളവ് പോലും അള്ളാഹ് എന്ത് ചെയ്യൂല? കൊടുക്കൂല. അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. അപ്പം പ്രിയപ്പെട്ടവരെ, എന്തിൻ്റെ പേരിലാണത്? കാഫിറായി മരണപ്പെടുന്നവരുടെ പേരിലാണ്. പക്ഷെ ഒരാൾ തൗബ ചെയ്ത് മാറിയാലോ ആ ലഅനത്ത് അല്ലാഹു മാറ്റിക്കൊടുക്കും. പ്രിയപ്പെട്ടവർ, നമ്മൾ കിട്ടിയ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിലൊരു പിശുക്കും നമ്മൾ കാണിക്കരുത്. കാരണം അറിഞ്ഞുകൊണ്ട് നമ്മളൊരു അറിവ് മറച്ചു വെച്ചാൽ നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ ലഅനത്തിലും ലഅനത്ത് നടത്തുന്നവരുടെ ലഅനത്തിലും നമ്മൾ എന്തു ചെയ്യും? പെട്ടുപോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അറിവ് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അറിവിൻ്റെ പ്രചാരകരായി ഇൽമിൻ്റെ ആ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു വലിയ ദൗത്യം നിർവഹിക്കുന്നവരായി അള്ളാഹു ഈ കൊച്ചു സംഘത്തെ മാറ്റുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമായിക്കൊണ്ട് മുഅ്മിനായിക്കൊണ്ട് മരിക്കാനുള്ള മഹത്തായ തൗഫീഖ് അള്ളാഹു നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ അതേപോലെ തന്നെ വലുതും ചെറുതുമായി രഹസ്യവും പരസ്യവുമായി ചെയ്ത തിന്മകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ നമുക്ക് ഒരുമിച്ചുകൂടി ഇരിക്കാൻ ഈ ഒരു വലിയ ഭാഗ്യം നൽകിയ ഇവിടുത്തെ ഗവൺമെൻറ്റിനും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഇതിൻ്റെ സംഘാടകർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.